ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായ എന്നെ ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്നവളല്ലേ അവള്. അവളുടെ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്നും ദൈവം അവളെ രക്ഷിച്ചുകൊണ്ട് വരട്ടെ. പോലീസുകാര് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും അല്ലേ? ആ, അവര് രണ്ടാളും ഒന്നിച്ചുണ്ടല്ലോ. എവിടെയായിരുന്നാലും അവർക്ക് ഉത്സവം. പക്ഷെ ദേവനാരായണനെ ഈ അവസ്ഥയിലാക്കിയ രണ്ടാളും ഒരു വച്ചിറങ്ങാതെ നരകിച്ചേ മരിക്കൂ. നോക്കിക്കോ. ഏട്ടത്തി, എണീറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്, അല്ലെങ്കിൽ വീണു പോവും. ഇതിൽ കൂടുതൽ ഇനി എന്താ വീണു പോകാനുള്ളത്? ഇതിലപ്പുറം ചത്തുപോകലല്ലേ? അത് നടന്നോട്ടെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? കുറച്ചും കൂടെ ധൈര്യം കാണിക്കണ്ടേ നമ്മള്? വരുൺ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പുറത്തിറങ്ങി വരും. അമ്മ അത്രയ്ക്ക് ദൈവത്തിനെ വിളിക്കുന്നില്ലേ? ആ, ഞാൻ വിളിക്കുന്നുണ്ട്. ദൈവങ്ങൾ ആ വിളി കേൾക്കണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കൂ. അമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാ ഇവരാരും കഴിക്കാതിരിക്കുന്നത്. അമ്മയെങ്കിലും ഒന്ന് വാ, ചൂട് കഞ്ഞിയെങ്കിലും കഴിക്കാം. വേണ്ട, അവനെ ഏതവസ്ഥയിലാ കിടക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഭക്ഷണത്തിന്റെ മുമ്പിൽ ചെന്നിരുന്നാലും എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല. വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചോ. സൂര്യ, പ്ലീസ്. ആരുടെയും ടെൻഷൻ മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഹെൽത്ത് ഓക്കെ ആവണ്ടേ? പ്ലീസ് സൂര്യ. കുറച്ച് കഴിയട്ടോ. മുത്തശ്ശിയമ്മയൊക്കെ കഴിക്കുമ്പോൾ ഞാൻ അവരെ കൂടെ ഇരുന്നോളാം. ചെറിയ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ കുടുംബം ഇങ്ങനെ തളർന്നു പോയിട്ടില്ലായിരുന്നു. ഇതിപ്പോ ഈ വീഴ്ചയിൽ നിന്ന് ആരാ നമ്മളെ മോചിപ്പിക്കുന്നേ? ദൈവശാപമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുവോ? ഹാ, വാ കൽപ്പനെ. സൂര്യ, വരുണിനെ ലോക്കപ്പിൽ അടച്ചാലും കോടതിയിൽ കൊണ്ടുപോയാലും അവനൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. അവനൊരു സത്യമുണ്ട്, അത് വിട്ടവൻ പ്രവർത്തിക്കില്ല ഒരിക്കലും. ഏട്ടാ, എന്താ? ഏട്ടത്തിയോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, വാശി പിടിച്ച് കിടക്കുക. അച്ഛാ, അച്ഛന് മരുന്നൊക്കെ ഉള്ളതല്ലേ? അച്ഛൻ വന്ന് കഴിക്കാൻ നോക്ക്. വാ. നിങ്ങൾ കഴിച്ചോ? എനിക്ക് വേണ്ട. ഏട്ടത്തി കഴിക്കാത്തത് കൊണ്ടാണോ അതോ വരുണ്ണ ആലോചിച്ചിട്ടാണോ? അതാര് ചിന്തിക്കുന്നു? അത് ഞാൻ മറന്നു കളഞ്ഞ കാര്യമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കയറേണ്ടി വരും, കോടതിയിൽ ചെന്ന് നിൽക്കേണ്ടിയും വരും. അതിൽ വിഷമിച്ചിട്ടെന്താ കാര്യം? എന്നാ പിന്നെ ഏട്ടൻ എന്താ ഭക്ഷണം കഴിക്കാത്തെ? കുറച്ചു മുമ്പ് എന്തോ എടുത്ത് കഴിച്ചു. ഗ്യാസ് കയറിയിട്ടുണ്ട്, ഇനിയൊന്നും ഇറങ്ങില്ല. നിങ്ങൾ കഴിക്കാൻ നോക്ക്. വാ നമുക്ക് പോവാം.
ഏട്ടന് ഗ്യാസ് കയറിയൊന്നുമല്ല. വരുണിനെ കൊണ്ട് പൊക്കോട്ടെ ശിക്ഷിച്ചോട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതൊക്കെ എനിക്കറിയാം. കഴിക്കാത്തവരെ കഴിക്കണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വരുണേ, സ്റ്റേഷനിൽ കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും അല്ലേ? കഷ്ടപ്പെടട്ടെ, ആരപ്പെന്താ. പക്ഷേ വരുൺ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിലല്ല എനിക്ക് സന്തോഷം. അവളെ ഓർത്തിട്ടാ. ആ രാധികെ. എന്നാലും ഞാൻ നമ്മുടെ മണ്ടത്തരം ആലോചിക്കുകയായിരുന്നു. അവളെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ ചിന്തിച്ചേ? പാവം, നിഷ്കളങ്ക, ദൈവഭക്ത. പക്ഷേ കയ്യിലിരിപ്പ് എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ആ പാവപ്പെട്ട അച്ഛനെ അമ്മയെ അവള് ചതിച്ചിട്ടുണ്ടെങ്കിലേ അതിനവളെ ജയിലിൽ അടയ്ക്കുക തന്നെ വേണം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായ എന്നെ ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്നവളല്ലേ അവള്. അവളുടെ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്നും ദൈവം അവളെ രക്ഷിച്ചുകൊണ്ട് വരട്ടെ. എന്തായി, ഉറക്കൊന്നുമില്ലേ? കൊതുകടി സഹിക്കാൻ പറ്റുന്നില്ല അല്ലടാ. എങ്ങനെ സഹിക്കും? കൊട്ടാരക്കെട്ടിൽ ഫുൾ ടൈം എസിൽ കിടന്ന് ഉറങ്ങിയിരുന്നല്ലേ? കയ്യിലിരിപ്പ് നല്ലതല്ല, അതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത്. ഓ, അത് പിന്നെ അത്ര വലിയ കാര്യമൊന്നും അല്ലല്ലോ. പ്രേമത്തിനു വേണ്ടി കാമുകന്മാർ എന്തു സഹിക്കുമല്ലോ. അപ്പൊ ഇതും സഹിച്ചോളൂ. കിടന്നുറങ്ങാൻ നോക്കടാ. നാളെയാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. സബ് ജയിലിലേക്കായിരിക്കും രണ്ടാളുടെയും പോക്ക്. സംഗതി കുറ്റവാളികൾ ചെന്ന് കിടക്കുന്ന സ്ഥലമാണ് ജയില്. പക്ഷേ നിങ്ങളിപ്പോ ചെയ്ത കുറ്റം എന്താണെന്നറിയോ? നിങ്ങൾക്ക് സൂഹിക്കാൻ വേണ്ടി സ്വന്തം അനിയത്തിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളഞ്ഞ കുറ്റം.